മക്കയിൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യപ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ദാറുൽ അർഖമിൽ രഹസ്യപ്രബോധനം നടത്തുന്ന കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്ന് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി വിശ്വസിച്ച് അദ്ദേഹം തന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഞാൻ എന്റെ നാട്ടുകാരോട് അങ്ങ് എന്നെ പഠിപ്പിച്ച ഈ കാര്യങ്ങളെ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെയോ? അതിനെനിക്ക് സമ്മതമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് നേർക്ക് നേരെ വളരെ കൃത്യമായി പറഞ്ഞു, താങ്കളത് ചെയ്താൽ താങ്കളുടെ നാട്ടുകാർ താങ്കളെ കൊന്നുകളയും. ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ, എന്റെ നാട്ടുകാർക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ അവർക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ്, അവരോടൊപ്പം ജീവിക്കുന്ന ഒരാളാണ്. എന്റെ നാട്ടുകാർക്ക് എന്നോട് സ്നേഹമാണ്. ഞാനിത് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരിക്കലും എന്റെ ജനങ്ങൾ, എന്റെ നാട്ടുകാർ എന്നെ ഉപദ്രവിക്കുകയില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയി. ദിവസങ്ങൾ കഴിയുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാർത്ത വന്നു. 4 ഭാഗത്തു നിന്നും അമ്പെയ്ത് അദ്ദേഹത്തിന്റെ സ്നേഹിതരും നാട്ടുകാരും ബന്ധുക്കളും കുടുംബങ്ങളും അടങ്ങുന്ന ജനത അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്നുള്ള വാർത്ത പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നു. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ സുഗമമായ, ആർക്കും എതിർപ്പില്ലാതെ ഒരു നാട്ടിൽ നിർവഹിക്കാൻ കഴിയുന്ന, ആരുടെയും ശത്രുത വാങ്ങാതെ ഒരു കാലത്ത് നിർവഹിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമല്ല ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത്. മദീനയിലൂടെ കടന്നുപോയ കച്ചവട സംഘത്തിൽ നിന്നാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നി, മക്കയിൽ വന്ന് അള്ളാഹുവിന്റെ റസൂലിനെ ഒന്ന് കേൾക്കണമെന്നൊരാഗ്രഹം. അദ്ദേഹം വന്നു, അള്ളാഹുവിന്റെ പ്രവാചകനെ കേട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി ഷഹാദത്ത് ചൊല്ലി. അദ്ദേഹം ചോദിച്ചു, നബിയെ, ഞാനിത് ഹറമിന്റെ മുമ്പിൽ പോയി നിന്നിട്ട്, കഅബാലയത്തിന്റെ മുന്നിൽ പോയി നിന്ന് അള്ളാഹുവിന്റെ റസൂലെ, ഞാനിതൊക്കെ ഒന്ന് ഉറക്കെ പറയട്ടെയോ? എന്റെ ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ കഅബാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉറക്കെ പറയട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് അനുവാദം നൽകിയിട്ടില്ല. പക്ഷെ അദ്ദേഹം പോയി കഅബാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ഉറക്കെ ചൊല്ലി. ആളുകൾ ചുറ്റും കൂടി അദ്ദേഹത്തെ അടിച്ച് നിലത്തിട്ടു. ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ പറഞ്ഞു, ഇത് മദീനയിലെ പ്രസിദ്ധമായ ഗിഫാർ ഗോത്രത്തിന്റെ തലവനായ അബൂദറുൽ ഗിഫാരിയാണ്, നിങ്ങൾ സൂക്ഷിച്ചു വേണം അദ്ദേഹത്തിന്റെ നേരെ നീങ്ങാൻ. അപ്പോഴാണ് ആളുകൾ പിരിഞ്ഞുപോയത്. 2ാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചു, 3ാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചു. എളുപ്പമല്ല ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്. നമ്മളൊരു അങ്ങാടിയിലേക്ക് ഇറങ്ങി നിർവഹിക്കുമ്പോൾ, ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി നിർവഹിക്കുമ്പോ, ഒരു നാട്ടിലേക്ക് ഇറങ്ങി നിർവഹിക്കുമ്പോ എളുപ്പമല്ല ഇസ്ലാമിക ദഅവ എന്ന് പറയുന്നത്. കുടുംബത്തിൽ പോലും എളുപ്പമല്ല. നമ്മുടെ കുടുംബത്തോട് പോലും ദീൻ കൃത്യമായി, വ്യക്തമായി, സ്പഷ്ടമായി, ബയ്യിനായി, പ്രമാണബദ്ധമായി നിലപാടുകൾ വെച്ച് പറഞ്ഞുകൊടുത്ത് ബോധ്യപ്പെടുത്തി നിൽക്കുക എന്നത് എളുപ്പമല്ല. ലഅർജുമന്നക
ഈ വാക്ക് ഉപയോഗിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഉപ്പയാണ്. ആ വാക്കിന്റെ അർത്ഥം ഞാൻ നിന്നെ എറിഞ്ഞാട്ടുമെന്നാണ്. ഒരു വാപ്പ മകനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, കല്ലെറിഞ്ഞ് നിന്നെ ഞാൻ ആട്ടിയോടിക്കണ്ടെങ്കിൽ ഇവിടുന്ന് പോ, എന്റെ കൺവട്ടത്ത് കാണരുതെന്ന് ഒരു ഉപ്പ മകനോട് പറഞ്ഞതിന്റെ കാരണം ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ എന്ന ചോദ്യമാണ്. എളുപ്പമല്ല ഇസ്ലാമിക ദഅവത്ത് ഒരു സമൂഹത്തിൽ സത്യസന്ധമായി നിർവഹിക്കുക എന്നത്. കാലത്തിനനുസരിച്ച് നിന്നുകൊടുത്ത്, നാടിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്, ആളുകളുടെ ഒരു വലിയ ഒരു മഹാഭൂരിപക്ഷത്തിന്റെ മാനസികാവസ്ഥ എന്താണെങ്കിൽ അതിനോടിങ്ങനെ ഒട്ടുനിന്ന് പോകാൻ എളുപ്പമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ പഠിച്ചൊരാശയത്തെ, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സന്ദേശത്തെ സത്യസന്ധമായി സമൂഹത്തിന്റെ മുന്നിൽ പ്രതിനിധാനം ചെയ്യുക എന്നത് എളുപ്പമല്ല. അതിന് ശത്രുക്കളുണ്ട്. ഇന്നലെയല്ല, എല്ലാ കാലങ്ങളിലും അള്ളാഹുവിന്റെ ദീനിന് ശത്രുക്കളുണ്ട്. ആ ശത്രുത പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ആ ശത്രുക്കൾ പല കോലത്തിൽ കടന്നുവരും. ആ ശത്രുക്കൾ പല രൂപത്തിൽ പ്രവർത്തിക്കും. മാനസികമായി വേദനിപ്പിക്കും, ശാരീരികമായി ഉപദ്രവിക്കും, സാമ്പത്തികമായി തകർക്കും, നാടുകടത്തും, അടയാളങ്ങളെയും ചിഹ്നങ്ങളെയും ഒക്കെ തകർത്ത് കളയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. എല്ലാം നടക്കും, എല്ലാ കാലത്തും അതുണ്ടാകും. അതിന്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിനകത്ത് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ, ഒരാശയത്തിന്റെ, ഒരാദർശത്തിന്റെ മഹിമ കൊണ്ടാണ്, അതിന്റെ മഹത്വം കൊണ്ടാണ്. നമ്മളിത് നമ്മുടെ കൽബിനകത്ത് ആരോടും പറയാതെ കെട്ടിപ്പൂട്ടി വെക്കുകയാണെങ്കിൽ ആർക്കും പരാതികളൊന്നുമില്ല, ആർക്കും വിഷമല്ല. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമായി നിങ്ങളുടെ ആരാധനാലയത്തിൽ നിങ്ങളിങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുകയാണെങ്കിൽ ആളുകൾക്ക് അതിൽ പരാതിയൊന്നുമില്ല. നിങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങരുത്, നിങ്ങളിത് ആളുകളോട് പറയരുത്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് അവർ വെക്കുന്ന ഒരു ഉപാധി അതാണ്, നീ ഇതൊന്ന് നിർത്തുമോ, ഈ സംസാരിക്കുന്നത് നിർത്തും. ആളുകളെ വിളിച്ചുകൂട്ടി പറയുന്നത്, ആളുകളിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ആളുകൾക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്നത്, ആളുകളെ ഇതിലേക്ക് ഇങ്ങനെ ക്ഷണിക്കുന്നത്, ഇത് അവസാനിപ്പിക്കുമോ? കല്യാണം കഴിക്കണോ? മക്കയിലെ അതിസുന്ദരിയായ പെൺകുട്ടി വേണോ? സമ്പത്ത് വേണോ? മക്കയുടെ ഭരണാധികാരം വേണോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഇതെല്ലാം വാഗ്ദാനം ചെയ്യപ്പെടുന്നത് നാവടക്കാൻ ആവശ്യപ്പെട്ടിട്ടാണ്. മിണ്ടാതിരുന്നാൽ, പറയാതിരുന്നാൽ, ക്ഷണിക്കാതിരുന്നാൽ, വിളിക്കാതിരുന്നാൽ, കേൾപ്പിക്കാതിരുന്നാൽ, വിശദീകരിക്കാതിരുന്നാൽ, ആളുകൾക്ക് പറഞ്ഞുകൊടുക്കാതിരുന്നാൽ, എന്താണോ താങ്കൾ ആവശ്യപ്പെടുന്നത് അത് താങ്കളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിക ദഅവ അത് നിർവഹിക്കപ്പെടുമ്പോഴാണ് നമ്മൾ വിശ്വാസികളായി മാറുക. ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിങ്ങളായി മാറുക. നമസ്കരിച്ചാലാണ് നീ മുസ്ലിമാവുക, അത് നമ്മൾ പരസ്പരം എപ്പോഴും ഓർമ്മപ്പെടുത്തും. നീ മുസ്ലിമാണെങ്കിൽ നോമ്പെടുക്കണം, അത് നമ്മൾ നമ്മുടെ മക്കളോട് പോലും ഓർമ്മപ്പെടുത്തും. സക്കാത്ത് കൊടുക്കുമ്പോഴല്ലേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുക. എല്ലാ വർഷവും മിമ്പറിൽ നിന്നുകൊണ്ട് ഖത്തീബ് ഇത് നമ്മളെ ഉണർത്തും. പണമുണ്ടായിട്ടും എന്താണ് ഹജ്ജിന് പോകാത്തത്? ആളുകൾ നമ്മളോട് ചോദിക്കും. നിങ്ങളോട് എപ്പോഴെങ്കിലും വ്യക്തിപരമായി, ഞാനും നിങ്ങളൊക്കെ മുസ്ലിങ്ങളല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിക ദഅവ പ്രവർത്തനത്തിൽ പങ്കെടുക്കാത്തത്? നിസ്കാരത്തെപ്പറ്റി ചോദിച്ചവർ, ഹജ്ജിനെപ്പറ്റി ചോദിച്ചവർ, നോമ്പിനെപ്പറ്റി ചോദിച്ചവർ, സക്കാത്തിനെപ്പറ്റി ചോദിച്ചവർ, എന്നോടോ നിങ്ങളോടോ എപ്പോഴെങ്കിലും താങ്കൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൽ പങ്കെടുക്കാത്തത്? എന്താ ദഅവ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാത്തത്? ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആരാണ് നമസ്കരിക്കാത്തവർ? നമ്മളും നമസ്കരിക്കുന്നുണ്ട്. ലോകപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആരാണ് ദഅവത്ത് നിർവഹിക്കാത്തവർ? നമ്മളും ദഅവത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുമോ?
ഞാൻ ഈ ഇരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയും, അഭിമാനത്തോടുകൂടെ പറയും. ഈ പള്ളിയിൽ ഇന്ന് ജുമുഅത്ത് പങ്കെടുക്കുന്ന നമ്മുടെ സഹോദരിമാരെ കുറിച്ച് അഭിമാനത്തോടുകൂടെ ഞാൻ പറയും. നമുക്കൊക്കെ നിസ്കാരമുണ്ട്. 5 നേരം റബ്ബിന്റെ മുമ്പിൽ ബാങ്ക് കേട്ടാൽ തലകുനിച്ച് നെറ്റിത്തടം നിലത്ത് വെച്ച് സുജൂദ് ചെയ്ത് സാഷ്ടാംഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരാണ്. അഭിമാനത്തോടുകൂടെ നമ്മൾ പറയും. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ലോകത്ത് ചെയ്തതുപോലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവരാണ് എന്ന് പറയാനുള്ള അർഹത നേടിയെടുത്തവരാണോ ഞാനും നിങ്ങളും എന്ന ഒരു അന്വേഷണം അത് നിർബന്ധമാണ്. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകരെ, യാ അയ്യുഹൻ നബി, അല്ലയോ നബിയെ, യാ അയ്യുഹർ റസൂൽ, അള്ളാഹുവിന്റെ ദൂതരെ, മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, താങ്കളുടെ അടുക്കൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് താങ്കൾ എത്തിച്ചു കൊടുക്കണം. യാ അയ്യുഹർ റസൂൽ, അല്ലയോ നബിയെ, അറബി ഭാഷയുടെ ബാലപാഠം അറിയുന്നവർക്കറിയാം. ബല്യ എന്ന് പറയുന്നത് കൽപ്പനാക്രിയയാണ്, അമ്രഫിയലാണ്, നിർബന്ധമാണ്. ബല്യ, താങ്കൾ എത്തിച്ചു കൊടുക്കണം. എന്താണ് എത്തിച്ചു കൊടുക്കേണ്ടത്? മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, താങ്കളുടെ അടുക്കൽ, റബ്ബിന്റെ അടുക്കൽ നിന്ന് താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അത് താങ്കൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. താങ്കൾ അത് ചെയ്തില്ലെങ്കിൽ താങ്കൾ റസൂലാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നഷ്ടപ്പെടും. റസൂൽ, റിസാല, ദൗത്യം, ദൂതൻ എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നൊരു സന്ദേശത്തെ ഏറ്റുവാങ്ങി അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലാണ് റസൂൽ, റിസാല എന്ന് പറയുന്നത്. അത് താങ്കൾ ചെയ്തില്ലെങ്കിൽ, ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ, താങ്കൾ റിസാലത്ത് നിർവഹിക്കുന്നില്ല, അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാത്തവനായി മാറും. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്. എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക? എങ്ങനെയാ ജനങ്ങളോട് പറയുക? ഇസ്ലാമിനെ പറ്റി പറയാവുന്ന കാലമാണോ? ഇസ്ലാമിലേക്ക് ക്ഷണിക്കാവുന്ന കാലമാണോ? ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സ്കോഡ് നടത്താവുന്ന കാലമാണോ? ജനങ്ങളെ വിളിക്കാവുന്ന കാലമാണോ? സ്വന്തം ഏറ്റവും അടുപ്പമുള്ള ഒരു കൂട്ടുകാരന് ഒരു ഖുർആൻ പരിഭാഷ കൊണ്ടുപോയി കൊടുക്കാവുന്ന കാലമാണോ? ഒപ്പം ജോലി ചെയ്യുന്നവരോട് താങ്കൾ മുഹമ്മദ് നബിയെ കുറിച്ചൊന്ന് പഠിക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകം കൊടുക്കാവുന്ന കാലമാണോ? ആളുകൾ ഇങ്ങനെ ചോദിക്കും. അള്ളാന്റെ റസൂലിനോട് അള്ള പറയാണ്, നിങ്ങൾ ഇതോദണം, ഞാനിതോദണം, നമ്മൾ ഓരോരുത്തരും ഇതോദണം. സൂറത്ത് മാഇദയിലെ 67-ാമത്തെ ആയത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, അർത്ഥസഹിതം ഈ ആയത്ത് ഓതണം. പരിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 67-ാമത്തെ ആയത്ത്. അള്ളാഹു പറയാണ്, ഞാൻ താങ്കൾക്ക് ഇറക്കി തന്ന പരിശുദ്ധ ഖുർആൻ അത് ബല്യ, താങ്കൾ തബ്ലീഗ് ചെയ്യണം, എത്തിച്ചു കൊടുക്കണം. വഇല്ലം തഫ്അൽ, താങ്കൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഫമാ ബല്ലഅത റിസാലത, അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം താങ്കൾ നിർവഹിക്കുന്നില്ല, താങ്കൾ റസൂലല്ല എന്ന് ഞാൻ പറയും എന്ന് റബ്ബ് പറയാം. താങ്കൾ റസൂലല്ല എന്ന് ഞാൻ പറയും എന്ന് അല്ലാഹു പറയാം. താങ്കൾ റസൂലാണെങ്കിൽ താങ്കൾ റസൂലാണ് എന്നതിന്റെ തെളിവ് ഈ സന്ദേശം ഞാൻ ഇറക്കി തന്നത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലാണ്. അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോ, ആളുകളെ താങ്കൾ ഈ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുമ്പോ, ആളുകളുടെ വിശ്വാസപരമായ കാര്യങ്ങളിലെ ജീർണതകളെ പറ്റി പറയുമ്പോ, അന്ധവിശ്വാസങ്ങളെ പോയി തൊടുമ്പോ, ബഹുദൈവാരാധനയെപ്പറ്റി പരാമർശിക്കുമ്പോ, ഏകദൈവാരാധനയിലേക്ക് ജനങ്ങളെ വിളിക്കുമ്പോ, ആളുകളൊക്കെ കൂട്ടത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ചേർന്ന് ഒരുമിച്ച് താങ്കളെ താലോലിച്ച് താങ്കളുടെ ആളുകളായി മാറും എന്നല്ല. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, ജനങ്ങൾ താങ്കളെ എതിർക്കും, ശത്രുക്കളുണ്ടാകും, താങ്കൾക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും, ഉപദ്രവങ്ങളുണ്ടാകും, അക്രമങ്ങളുണ്ടാകും. അള്ളാഹു പറയുന്നത് വല്ലാഹു യഅ്സിമുക മിനന്നാസ്, താങ്കൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ടാകും. ഇത് താങ്കൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്
ഒരു വ്യവസ്ഥ വെച്ചിട്ടാണ് അള്ളാഹുവിന്റെ സംരക്ഷണത്തെ പറ്റി അള്ളാഹു പറയുന്നത്. നിങ്ങളൊരു സമുദായമാണെങ്കിൽ ഒരു സമുദായം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കുള്ള സംരക്ഷണത്തെ പറ്റിയല്ല റബ്ബ് അള്ളാന്റെ റസൂലിനോട്, ഞാനൊരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് എനിക്കെന്തേ സംരക്ഷണം കിട്ടാത്തത്? ഞാനൊരു മുസ്ലിമല്ലേ, എന്നെ സഹായിക്കാത്തത്? എന്റെ ജനത, എന്റെ കൂടെ ജീവിക്കുന്ന ഈ ആളുകളൊക്കെ ഞങ്ങളൊക്കെ മുസ്ലിങ്ങളല്ലേ, എന്തേ അള്ളാഹു ഞങ്ങളെ സഹായിക്കാത്തത്? അള്ളാന്റെ റസൂലിനേക്കാൾ വലിയ മുസ്ലിമാണോ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിന്റെ പ്രവാചകനേക്കാൾ ഭക്തിയുള്ളവർ നമ്മളങ്ങനെ പറയോ? അങ്ങനെ നമ്മൾ വാദിക്കുമോ, അഭിപ്രായപ്പെടുമോ? അള്ളാന്റെ റസൂലിനോട് അള്ളാഹു പറയാണ്, താങ്കൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. അതിനെന്ത് വേണം? ബല്ലിഅ് മാ ഉൻസില ഇലൈക്. ഇത് അടിസ്ഥാന ദൗത്യമാണ്, നിർബന്ധമായി ചെയ്യേണ്ടുന്ന കാര്യമാണ്, കർമ്മമാണ്. ഇത് നിർവഹിക്കപ്പെടേണ്ടതാണ്. ഇതാണ് നിർവഹിക്കപ്പെടേണ്ടത് ഏത് പരിതസ്ഥിതിയിലും. വർത്തമാനകാലത്ത്, പുതിയ കാലത്ത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനത്തെ കുറെ വാക്കുകൾ ഇപ്പൊ ഉപയോഗിക്കും. ആ വാക്കുകൾ വെച്ചിട്ട് ഇവിടെ ഇതൊക്കെ പറ്റുമോ എന്ന് ചോദിക്കും. മക്കയേക്കാൾ പ്രതികൂലമായ, അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കത്ത് പ്രബോധന പ്രവർത്തനം തുടങ്ങുമ്പോ മക്കയേക്കാൾ ഇത് പറയുന്നതിന് പ്രതികൂലമായ ഒരു മണ്ണ് മനുഷ്യന്റെ ചരിത്രത്തിൽ അതിനുശേഷം പിന്നീട് ഉണ്ടായിട്ടേയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ആളുകളുടെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനെ, ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് തിരിച്ചറിയാതെ തന്റെ ജാഹിലിയ കാലത്തൊരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകനെ കണ്ടുമുട്ടിയ ഒരു രംഗം ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിങ്ങനെ മിനയിൽ രാപ്പാർക്കുമ്പോ, ഹാജിമാരോടൊപ്പം മിനയിൽ രാപ്പാർക്കുമ്പോ ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു, ഞാനൊരു യുവാവിനെ കണ്ടു. അയാള് ഓരോ തമ്പിനും അടുത്ത്, ഓരോ ടെന്റിനും അടുത്ത്, ഓരോ കൂടാരത്തിനും അടുത്ത്, ആൾക്കൂട്ടങ്ങളുടെ അടുത്ത് ആ ചെറുപ്പക്കാരങ്ങൾ വരും. അയാള് എന്നിട്ട് ആളുകളോട് പറയും, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കണം. തുഫ്ലിഹൂ, എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദുനിയാവിലും പരലോകത്തും വിജയമുണ്ടാകും. ഇതിങ്ങനെ പറയാൻ ആളുകളോട് വന്നിട്ട്, ഞാൻ ആ ചെറുപ്പക്കാരന്റെ പിന്നിൽ മറ്റൊരു മനുഷ്യനെ കണ്ടു. അയാൾ ചെയ്യുന്നത് കുനിഞ്ഞിരുന്ന് രണ്ട് കൈകളിലും മണല് വാരിയെടുക്കുകയാണ്. മണല് വാരിയെടുത്തിട്ട് ഈ ചെറുപ്പക്കാരന്റെ നേരെ എറിയും. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിളി കേട്ട ആൾക്കൂട്ടത്തോട് പറയും, നിങ്ങൾ ഇയാൾക്ക് ചെവി കൊടുക്കരുത്, ഇയാളെ ശ്രദ്ധിക്കരുത്, ഇയാളെ പറയുന്നത് വരെ അതിനൊരിക്കലും ചെവി കൊടുക്കരുത്, പരിഗണിക്കരുത്. കാരണം ഇയാൾ ഒരു പുതിയ ആശയത്തിന്റെ ആളാണ്. നമ്മുടെയൊക്കെ വിശ്വാസത്തെ പരമ്പരാഗതമായി നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന ആദർശത്തെ തള്ളിപ്പറയുന്ന ആളാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ചെവി കൊടുക്കല്ലേ, ഇദ്ദേഹത്തെ കേൾക്കല്ലേ, ഇദ്ദേഹത്തെ അനുസരിക്കല്ലേ, ഇത് മനസ്സിലാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മണലുവാരി എറിഞ്ഞ് പിന്നാലൊരു മനുഷ്യനെ ഞാൻ കണ്ടു. അത് അബൂ ജഹലായിരുന്നു എന്ന് പറയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒറ്റയ്ക്ക് നടന്ന് മിനയിൽ രാപ്പാർക്കുന്ന ആളുകളുടെ തമ്പുകളുടെ അരികിലൂടെ ഒറ്റയ്ക്ക് പോയിട്ട് ആളുകളോട്, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലോകത്തിന്റെ നാനാദിക്കുകളിൽ ലക്ഷോപലക്ഷം കോടാനുകോടി ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നവർ ഇന്നുണ്ടെങ്കിൽ അതാദ്യമായി വന്ന കണ്ഠമെന്ന് പറയുന്നത്, അതാദ്യമായി ഉച്ചരിച്ച നമ്മുടെ സമുദായത്തിലെ ചുണ്ടെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടിനാരുമില്ല, സഹായത്തിനാരുമില്ല, സംരക്ഷണത്തിനാരുമില്ല. ബല്ലിഅ് മാ ഉൻസില ഇലൈക്, അള്ളാന്റെ പ്രവാചകരെ, താങ്കൾക്ക് അവതരിപ്പിച്ചത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്ക്. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, ശത്രുക്കളാണ് ചുറ്റും, അള്ളാഹുവിന് അതറിയാം. തകർക്കാൻ ശ്രമിക്കുന്നവർ, നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, വലിയ വിരോധം മനസ്സുകളിൽ കൊണ്ടു നടക്കുന്നവരാണ് താങ്കളുടെ പരിസരങ്ങളിൽ ഉള്ളത്. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, അള്ളാഹുവാണ്
ജനങ്ങളെ സംരക്ഷിക്കുക. അതുകൊണ്ട് താങ്കളിലേക്ക് അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ ഏൽപ്പിക്കുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതകാലത്ത് ഒറ്റയ്ക്ക് തുടങ്ങി അനുയായികളുണ്ടായി, അണികളുണ്ടായി, സ്വഹാബത്തുണ്ടായി. അവരിലൂടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ നിർവഹിക്കപ്പെട്ട് ഹജ്ജത്തുൽ വിദായിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മനുഷ്യർക്ക് മുഴുവൻ അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കാൻ. അതിന്റെ ഭാഗമായിട്ടാണ് സ്വഹാബത്ത് യാത്ര തിരിച്ചത്. അവരുടെ ഒട്ടകങ്ങളും കുതിരകളും ഏതു ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത് അവിടേക്കാണ് അവർ. അങ്ങനെ ആ ചരിത്രത്തിൽ നമ്മൾ വായിക്കുക. എവിടെയാണോ ഇവിടേക്ക് തിരിഞ്ഞാണോ അവരുടെ വാഹനങ്ങൾ ഉണ്ടായിരുന്നത് ആ ഭാഗത്തേക്ക് അവർ ഓടിച്ചുപോയി. 1,00,000 ചില്ലാനും സ്വഹാബികൾ എന്ന് പറയും. മക്കയിലും മദീനയിലും നമ്മൾ ഇന്ന് കാണുന്ന ഖബറുകൾ എന്ന് പറയുന്നത് 10,000-ൽ താഴെയാണ്. ബാക്കി സ്വഹാബത്ത് എവിടെ? 10,000-ൽ താഴെ സ്വഹാബിമാരുടെ ഖബറുകളാണ് വിശുദ്ധ മണ്ണുകളിൽ ഇന്ന് നമ്മൾ കാണുന്നത്. ബാക്കി സ്വഹാബിമാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയവരാണ്. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ ജനങ്ങളിൽ, വിവിധ സമൂഹങ്ങളിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റെടുത്തുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ. ഉഖ്ബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു അറ്റ്ലാന്റിക് സമുദ്രത്തോട് നടത്തിയ ഒരു സംസാരം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സമുദ്രമേ, ഈ വിശാലമായി പരന്നു കിടക്കുന്ന നിന്റെ അപ്പുറത്ത് ഒരു നാടും അവിടെ ഒരു ജനതയും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു അറിവ് എനിക്ക് കിട്ടിയാൽ നിർബന്ധമായും നിന്നെ അതിജീവിച്ച് ഞാൻ അവരുടെ അടുത്ത് ചെല്ലും. അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിർവഹിക്കും. പ്രതിസന്ധികളെ പരിഗണിക്കാതെ നിരന്തരമായി പരിശ്രമിച്ച് പ്രവർത്തിച്ച് ആളുകൾക്കിടയിലേക്ക് അല്ലാഹുവിന്റെ ദീൻ എത്തിക്കുന്നതിനു വേണ്ടി സ്വഹാബത്തടക്കമുള്ള റസൂലുള്ളാഹിന്റെ പിൻഗാമികൾ കഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമുള്ളത്. ഒരു ഖബറിന്റെ അടുത്ത് പോയി രക്ഷിക്കണേ, സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന അതിശക്തമായ കറകളഞ്ഞ ഒരു വിശ്വാസവും ബോധവും മനസ്സിനകത്തുണ്ടെങ്കിൽ മിനയുടെ തമ്പിനടുത്ത് ഒറ്റയ്ക്ക് ചെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ തുടർച്ച അത് ഏറ്റെടുത്ത് സ്വഹാബത്തും പിൻഗാമികളും ലോകത്ത് കാലാകാലങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ആ വിശ്വാസം, അത്തരത്തിലുള്ള ഒരു ആദർശം എന്റെയും നിങ്ങളുടെയും മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളത്. നമ്മുടെ തൊട്ടയൽപക്കത്ത് ജാറത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. തങ്ങളും ബീവിയും മരിച്ചുപോയവരും ശുഹദാക്കളും മഹാത്മാക്കളുമൊക്കെ പടച്ചവൻ സഹായിക്കുന്നത് പോലെ സഹായിക്കുമെന്ന് കരുതുന്നവർ നമ്മുടെ തൊട്ടു ചുറ്റുപാടുകളിലുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സങ്കടം പറയാനും വിഷമം കരയാനും കൈയുയർത്താനും എനിക്കെന്റെ റബ്ബ് മതി എന്നൊരു തീരുമാനം നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ ആ ആദർശം നമുക്കെത്തിയത് അനേകം ആളുകളുടെ അത്യധ്വാനത്തിന്റെ ഫലമാണ്. ആ അധ്വാനങ്ങൾ, അതിന്റെ തുടർച്ചകൾ ഉണ്ടാകണം. മറ്റുള്ള ജനങ്ങളിലേക്കും ഈ ആശയം എത്തണം. ഈ ആദർശം പകർന്നു കൊടുക്കണം. ഖബറിന്റെ വഴിയെ ഖബറാരാധനയുമായി, ഖബർപൂജയുമായി, ഖബറാളിയോട് പ്രാർത്ഥിച്ച് നീങ്ങുന്ന ഒരു മനുഷ്യനെ, ഒരാളെ, അത് അമ്മായിമ്മയാകാം, അമ്മോശനാകാം, ജ്യേഷ്ഠനാകാം, അനുജനാകാം, ബന്ധുവാകാം, കുടുംബമാകാം, അയൽവാസിയാകാം, ഖബറിനോട് പ്രാർത്ഥിക്കുന്ന ഒരുത്തനെ, ഒരുത്തിയെ, ഒരാളെ 65 കൊല്ലത്തെ ജീവിതകാലം കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധ്യമായാൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം, അതിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക. അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുകയും അള്ളാഹു പറഞ്ഞയച്ച തിരുദൂതരായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി ജീവിക്കുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ, മുസ്ലിങ്ങൾ. നമ്മുടെ രാജ്യത്തും ഇന്ത്യയിലും മുസ്ലിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ജനവിഭാഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ സംസ്കാരങ്ങളും ചരിത്രങ്ങളുമൊക്കെ പറയാനുള്ള, പാരമ്പര്യങ്ങൾ പറയാനുള്ള ഒരു മണ്ണിലാണ്, ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്.
നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത്. ഇൻ തൻസുറുല്ലാഹ, അള്ളാഹു നമുക്ക് നൽകുന്നൊരു വാഗ്ദാനമാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അള്ളാഹു നിങ്ങളെ സഹായിക്കും, അള്ളാഹു നിങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും. 47-ാമത്തെ സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു പറയാൻ, യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും, വയുസബ്ബിത് അഖ്ദാമക്കും, എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും ഇളകാതെ ഉറച്ചു നിൽക്കാൻ കരുത്തുള്ള കാൽപാദങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകും. അതിനെന്തു വേണം? ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ. അക്കൗണ്ടിലുള്ള സംഖ്യ മുഴുവൻ റബ്ബിന്റെ പേരിലേക്ക് ഒരു പള്ളിക്ക് വേണ്ടി എഴുതി വച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്നാണോ പറഞ്ഞത്? മക്കൾക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ അള്ളാഹുവിന് നമ്മൾ ഭക്ഷണം കൊടുക്കണമെന്നാണോ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്? എന്താണ് ദുർബലനായ എന്നിൽ നിന്ന് എന്റെ റബ്ബ് ചോദിക്കുന്ന സഹായമെന്താ? ഒന്നിനും കഴിവില്ലാത്ത നമ്മളിൽ നിന്ന് അള്ളാഹു ചോദിക്കുന്ന സഹായമെന്താണ്? ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ ഇരിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ സഹായിക്കുമോ? യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, ഉറപ്പിച്ചു നിർത്തും റബ്ബ് നിങ്ങളെ. നിങ്ങളെ കാൽപാദങ്ങൾക്ക് അള്ളാഹു ഫലം നൽകും. എന്ത് സഹായമാണ് അള്ളാഹുവിന്? ഒന്നുമില്ലാത്ത, ഒന്നും കയ്യിലില്ലാത്ത, ഒന്നിനുമാകാത്ത, ദുർബലതയുടെ അങ്ങേയറ്റത്ത് ജീവിക്കുന്ന, ലബോറട്ടറിയിൽ നിന്നൊരു പേപ്പർ കിട്ടിയിട്ട് ലാബ് റിപ്പോർട്ടിൽ ക്യാൻസർ ഉണ്ടോ എന്ന് സംശയം പറയുമ്പോൾ തളർന്നു വീഴാൻ മാത്രം ദുർബലരായ കുട്ടികളുടെ രോഗത്തെക്കുറിച്ച് കേൾക്കുമ്പോ കിടകിട വിറച്ച് വീഴാൻ പോകുന്ന മാതാപിതാക്കളായ ദുർബലരായ ഞാനും നിങ്ങളും നമ്മൾ എന്ത് ചെയ്യാനാണ്? അള്ളാഹുവിന് എന്ത് സഹായം ചെയ്യാനാണ്? നിങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ എടുത്തിട്ടൊന്ന് വായിക്കണം. അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന സഹായം എന്ന് പറയുന്നത് പ്രബോധന പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തമാണ്. അള്ളാഹു നേർക്ക് നേരിറങ്ങി വന്ന് ഒരാളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ല. അള്ളാഹു നേർക്ക് നേരിറങ്ങി വന്ന് ഒരാളോട് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുകയില്ല. അള്ളാഹു നേർക്ക് നേരിറങ്ങി വന്ന് ഒരാളുടെ കയ്യിലും ഖുർആൻ എടുത്തു കൊടുക്കില്ല. അള്ളാഹു നേർക്ക് നേരിറങ്ങി വന്ന് ഒരു മനുഷ്യനോടും പരലോകത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ഹിസാബിനെക്കുറിച്ചോ പറയില്ല. ഇൻ തൻസുറുല്ലാഹ, നിങ്ങളത് പറയുമോ? യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ റബ്ബുറപ്പിച്ചു നിർത്തും. ഇത് റബ്ബിന്റെ വാഗ്ദാനമാണ്. ഇത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. നമ്മിലൂടെ നിർവഹിക്കപ്പെടേണ്ടത് നമ്മുടെ പരിസരത്തുള്ളവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അറിവും, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെക്കുറിച്ചുള്ള ബോധവും അറിവും, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള ബോധവും അറിവും, അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുകയും താക്കീത് നൽകുകയും ചെയ്ത പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള ബോധവും അറിവും അതിന്റെ പങ്കുവെക്കലുകളാണ്, അതിന്റെ കേൾപ്പിക്കലുകളാണ്. ആ ദീനിലേക്കുള്ള ക്ഷണമാണ് നമ്മിലൂടെ നിർവഹിക്കപ്പെടേണ്ടത്. ആ പ്രവർത്തനത്തെയാണ് അള്ളാഹു നസ്ർ, അള്ളാഹുവിനുള്ള സഹായം എന്ന് പറഞ്ഞത്. ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ, അത് കണ്ടീഷനാണ്, അത് വ്യവസ്ഥയാണ്. ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ യൻസുറുക്കും, അവൻ തിരിച്ച് നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. അള്ളാഹുവിനെ സഹായിക്കണമെങ്കിൽ അള്ളാഹുവിനെ പറ്റി അറിയണം. അള്ളാഹുവിനെ സഹായിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ പറ്റി അറിയണം. അള്ളാഹുവിനെ സഹായിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അറിയണം. അള്ളാഹുവിനെ സഹായിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ പറ്റി അറിയണം. ആ അറിവ് ജനങ്ങളോട് പറയണം. അതാണ് അള്ളാഹുവിനുള്ള സഹായം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ അറിവ് കരസ്ഥമാക്കണം. ദീൻ പഠിക്കണം, അള്ളാഹുവിനെ പഠിക്കണം, റസൂലിനെ പഠിക്കണം, കിതാബിനെ പഠിക്കണം. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് പറയാനുള്ള, അത് പഠിപ്പിക്കാനുള്ള മക്കളുടെ ബാപ്പമാരായി നമ്മൾ മാറണം. അതിസുന്ദരമായി
ഇസ്ലാമിക ദഅവ നിർവഹിക്കാൻ പറ്റിയ ഒരു ചെറുപ്പക്കാരന്റെ ഉപ്പയാകണം എന്ന് നമ്മൾ തീരുമാനിക്കണം. വളരെ കൃത്യമായി ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ മാതാവും പിതാവുമായി മാറാൻ ഞങ്ങൾക്കാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ പറയണം, നമ്മൾ പഠിക്കണം, നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മുടെ പിൻഗാമികളെ പഠിപ്പിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കണം. നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഇത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ വരാൻ പോകുന്ന ഒരു കാലത്ത്, നമ്മുടെ മക്കളുടെ ഒരു കാലത്ത് ഈ നാടിന്റെ സാഹചര്യം എന്താകും എന്ന് വേവലാതിപ്പെടുന്നവരുണ്ട്. ആ മക്കളുടെ കൈകളിലേക്ക് പരിശുദ്ധ ഖുർആൻ എടുത്തു കൊടുക്കണം. ആ ഖുർആൻ അക്ഷരങ്ങളായിട്ടല്ല, അതിന്റെ ആശയങ്ങളായി മക്കളുടെ കൈകളിൽ കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ വരാൻ പോകുന്ന തലമുറയുടെ കയ്യിലുണ്ടാകും എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലാഹുവിന്റെ റസൂലിനെയും പരിശുദ്ധ ഖുർആനിനെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകണം എന്ന് മക്കളോട് വസിയ്യത്ത് പറയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്. മരണാസന്നനായി കിടക്കുന്ന യാക്കൂബ് നബിയെ കുറിച്ച് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 121-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ, മരണാസന്നനായി കിടക്കുന്ന യാക്കൂബ്. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി. മക്കളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവസാനത്തെ നിമിഷത്തിൽ യാക്കൂബ് ചോദിച്ച ചോദ്യമുണ്ട്, മാ തഅബുദൂന മിൻ ബഅദി. ബാപ്പ കണ്ണടക്കാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്. ഞാൻ ഈ ലോകത്തുനിന്ന് എന്റെ ജീവിതം അവസാനിച്ച് അള്ളാഹുവിന്റെ സന്നദ്ധിയിലേക്ക് ഞാൻ മടങ്ങുകയാണ്. മക്കളെ 12 മക്കളുണ്ട്. അവരെങ്ങനെ ചുറ്റും നിർത്തിയിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ചോദ്യം 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ ആ ചോദ്യം അള്ളാഹു എടുത്തുദ്ധരിച്ചു. മാ തഅബുദൂന മിൻ ബഅദി. എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അള്ളാഹു എന്നവർ ഉത്തരം പറഞ്ഞപ്പോഴാണ്, ആ ഉത്തരം കേട്ട് സംതൃപ്തിയോടുകൂടെയാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കണ്ണടക്കുന്നത്. നമ്മുടെ മക്കളെക്കുറിച്ച് സംതൃപ്തിയോടെ സമാധാനത്തോടെ നമുക്ക് കണ്ണടക്കാനാകണം. അതിനവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു വാചകനെ, കിതാബിനെ, ദീനിനെ മക്കൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്താൽ ആ മക്കളാണ് നാളെ ഈ രാജ്യത്ത്, ഈ സമൂഹത്തിന്റെ മുഴുവൻ, ഈ സമുദായത്തിന്റെ മുഴുവൻ സംരക്ഷകരും സഹായികളുമായി മാറേണ്ടത്. ഇസ്സത്തുള്ള ഒരു ജനതയായി ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നിൽ എന്റെ മക്കൾ ഉണ്ടാകണം. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കണം. ഒരു 50 കൊല്ലം കഴിയുമ്പോ, 80 കൊല്ലം കഴിയുമ്പോ, 100 കൊല്ലം കഴിയുമ്പോ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ അവർക്ക് പ്രതാപം നൽകുന്നവരായി, അവർക്ക് ഇസ്സത്ത് നൽകുന്നവരായി, അവരെ നയിക്കാൻ കെൽപ്പുള്ളവരായി, ദീനീ ബോധമുള്ള, പരിശുദ്ധ ഖുർആനിൽ വിശ്വാസവും ആഴത്തിൽ അറിവുമുള്ള, അല്ലാഹുവിന്റെ റസൂലിനെ അടുത്തറിയുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന എന്റെ ഒരു മകൻ ഉണ്ടാകണം, എന്റെ ഒരു പേരക്കുട്ടി ഉണ്ടാകണം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിലൂടെയാണ് വരാൻ പോകുന്ന തലമുറയുടെ രക്ഷ എന്ന് നമ്മുടെ മക്കളിലൂടെ വരാൻ പോകുന്ന തലമുറയെ നമ്മൾ ബോധ്യപ്പെടുത്തണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ ചലനങ്ങൾ, അതിൽ പങ്കാളികളാവുക, അതിന്റെ സഹായികളാവുക, അതിന്റെ കൂടെ ഉണ്ടാവുക. അല്ലാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന